ഹമീർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മുല്ലക്കൽ, ആലപ്പുഴ. ഓയിഗ മെഗാ ഓണം സെയിൽ ആരംഭിച്ചിരിക്കുന്നു. ഗാഡ്ജറ്റുകൾ മറ്റെങ്ങും ലഭിക്കാത്ത മികച്ച ഓഫറുകളിലും കൈനിറയെ സമ്മാനങ്ങളും. നമസ്കാരം. ആയുഷ് സ്ഥാപനങ്ങളെ ശാക്തീകരിക്കലാണ് സർക്കാർ ലക്ഷ്യമെന്നും പുന്നപ്ര സർക്കാർ ആയുർവേദ ആശുപത്രി നിർമ്മിക്കുന്നതിനായി 1 കോടി രൂപയും ഹോമിയോപ്പതി ഡിസ്പെൻസറിക്ക് 30 ലക്ഷം രൂപയും അനുവദിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആലപ്പുഴയിൽ പറഞ്ഞു. ഈ 2024-25 വർഷം തന്നെ 39 കോടി 40 കോടി രൂപയാണ്. ആലപ്പുഴ ജില്ലയിൽ മാത്രം ബഹുമാനപ്പെട്ട MLAയുടെ പുന്നപ്ര സർക്കാർ ആയുർവേദ ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ, അതുപോലെ തകഴി ഹോമിയോപ്പതി ഡിസ്പെൻസറി അവിടെ 30 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. പിന്നെ അരൂരും ഒക്കെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ആശുപത്രികൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുക അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയോ ആരംഭിച്ചു കഴിയുകയോ ചെയ്തിട്ടുണ്ട്. ആയുഷ് സ്ഥാപനങ്ങളെ ശാക്തീകരിക്കലാണ് സർക്കാർ ലക്ഷ്യമെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. രാജ്യത്ത് ആയുഷ് വിഭാഗത്തിലെ ഒരു സ്ഥാപനത്തിനും NABH അക്രഡിറ്റേഷൻ ലഭിച്ചിരുന്നില്ല. കേരളമാണ് ഈ ലക്ഷ്യം ആദ്യം മുന്നോട്ട് വെച്ചത്. ഇന്ന് രാജ്യത്ത് ആദ്യഘട്ടത്തിൽ തന്നെ NABH അക്രഡിറ്റേഷൻ ലഭിച്ച 150 സ്ഥാപനങ്ങൾ സംസ്ഥാനത്തുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴ ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ പുതുതായി പണികഴിപ്പിച്ച OP ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2024-2025 കാലയളവിൽ 39 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ആയുഷ് മേഖലയിൽ സംസ്ഥാനത്ത് നടത്തിയെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. പുന്നപ്ര സർക്കാർ ആയുർവേദ ആശുപത്രി നിർമ്മിക്കുന്നതിനായി 1 കോടി രൂപയും തകഴി ഹോമിയോപ്പതി ഡിസ്പെൻസറിക്ക് 30 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. തൈക്കാട്ടുശ്ശേരി, അരൂർ തുടങ്ങിയ പ്രദേശങ്ങളിലും പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും സംസ്ഥാനത്തുടനീളം ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിൽ 2400 വയോജന ക്യാമ്പുകൾ നടത്തുകയാണെന്നും ഇതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ ആയുർവേദ ഹോമിയോപ്പതി വയോജന ക്യാമ്പുകൾ സംഘടിപ്പിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. 5 OP കൺസൾട്ടേഷൻ മുറികൾ, രോഗികൾക്കുള്ള വിശാലമായ കാത്തിരിപ്പ് കേന്ദ്രം, രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കുമുള്ള ശുചിമുറി, യൂട്ടിലിറ്റി ഏരിയ, പേ വാർഡ്, സ്യൂട്ട് റൂം തുടങ്ങിയ സൗകര്യങ്ങളാണ് പുതിയ OP ബ്ലോക്കിൽ ഒരുക്കിയിരിക്കുന്നത്. ഹോമിയോപ്പതിയുടെ പിതാവ് ഡോക്ടർ സാമുവൽ ഹാനിമാന്റെ ഛായാചിത്രം മന്ത്രി ചടങ്ങിൽ അനാച്ഛാദനം ചെയ്തു. H. സലാം MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, ഹോമിയോപ്പതി ഡയറക്ടർ ഡോക്ടർ MB ബീന, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MB പ്രിയ, കൗൺസിലർമാരായ പ്രഭാ ശശികുമാർ, ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിൻസി സെബാസ്റ്റ്യൻ, DPM KG ശ്രീചരൻ, ഹോംകോ MD ഡോക്ടർ ശോഭ ചന്ദ്രൻ, HMC അംഗങ്ങൾ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.